നടി ആക്രമിക്കപ്പെട്ട കേസിൽ താരസംഘടനയായ AMMA പ്രതിരോധത്തിലായത് ഓർമ്മയില്ലേ? അതിനുശേഷമാണ് മോഹൻലാൽ AMMയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുന്നത്. ഇന്നസെന്റ് രാജിവെച്ചൊഴിഞ്ഞപ്പോൾ ഏകകണ്ഠേനയാണ് മോഹൻലാലിനെ ആ പദവിയിലേക്ക് കൊണ്ടുവരുന്നത്. നടി ആക്രമണത്തിനിരയായ സംഭവം മുതൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നതുവരെയുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ AMMA എന്ന താരസംഘടനയെ നയിച്ച മോഹൻലാൽ AMMയുടെ ചരിത്രത്തിൽ കാലാവധി പൂർത്തിയാക്കാതെ പടിയിറങ്ങേണ്ടി വന്ന ഏക പ്രസിഡന്റ് കൂടിയാണ്. 54ാമത്തെ വർഷമാണ് ഞാൻ അഭിനയം തുടങ്ങിയിട്ട്. ഈ 54 വർഷവും എനിക്ക് ഉണ്ടാകാത്ത അനുഭവമാണ് എന്നെ ഉൾക്കൊണ്ട സങ്കടയിൽ നിന്ന് എനിക്ക് കിട്ടിയത്. തിലകനെ വിലക്കിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ശേഷം AMMA നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം. വിഷയത്തിൽ ദിലീപിനെതിരെ എന്ത് നിലപാടെടുക്കും എന്നതായിരുന്നു AMMയിലെ പ്രതിസന്ധി. ആദ്യം ദിലീപിനെ സംരക്ഷിക്കാൻ ശ്രമിച്ച AMMA സമൂഹത്തിൽ പരിഹാസ്യരായതോടെ ദിലീപിന്റെ രാജി വാങ്ങി മുഖം രക്ഷിക്കാൻ ശ്രമിച്ചു. ഈ കോലാഹലങ്ങൾക്ക് തുടർച്ചയായാണ് 2018 മോഹൻലാൽ പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുന്നത്. എന്നും ഇരയ്ക്കൊപ്പമാണ്, പക്ഷേ ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കുന്നതിനാൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന മോഹൻലാലിന്റെ പ്രതികരണം അന്നേ വിമർശനത്തിനിടയാക്കിയിരുന്നു. 2018 ജൂണിൽ ചുമതലയേറ്റ മോഹൻലാലിന്റെ ഭരണസമിതി 1 മാസം തികയുന്നതിന് മുൻപ് തന്നെ ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള ചർച്ച തുടങ്ങി. ഇതിൽ പ്രതിഷേധിച്ച് രമ്യ നമ്പീശൻ, റിമ കല്ലിങ്കൽ, ഗീതു മോഹൻദാസ് എന്നിവർ രാജിവെച്ചു. AMMA യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് രേവതി, പാർവതി, പത്മപ്രിയ എന്നിവർ കത്തു നൽകി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമോ എന്നതിലെ നിലപാട് പറയുകയെന്നതായിരുന്നു രണ്ടാമത്തെ പ്രതിസന്ധി. സർക്കാർ തീരുമാനിക്കട്ടെ എന്ന ജനറൽ സെക്രട്ടറിയായിരുന്ന സിദ്ദിഖിന്റെ മറുപടിയിൽ AMMA നിലപാടൊതുക്കി. റിപ്പോർട്ട് പുറത്തുവന്ന ഒരാഴ്ച കഴിഞ്ഞാണ് എന്തെങ്കിലും പറയാൻ AMMA ഭാരവാഹികൾക്കായത്. സംഘടനയുടെ നിലപാടില്ലായ്മയെ തിരുത്തി ജഗദീഷും ഉർവശിയും അടക്കമുള്ളവർ രംഗത്തെത്തിയതോടെ വീണ്ടും പ്രതിസന്ധി രൂപപ്പെട്ടു. തൊട്ടുപിന്നാലെ സിദ്ദിഖ്, ബാബുരാജ് തുടങ്ങി ഭരണസമിതിയിലുള്ളവർക്കെതിരെ തന്നെ ആരോപണങ്ങൾ വന്നു. കൂടുതൽ പേർക്കെതിരെ ആരോപണം വരാനുള്ള സാധ്യത കൂടി. തെറ്റു ചെയ്തവരെ സംരക്ഷിക്കേണ്ടതില്ലെന്ന നിലപാട് പലരും തുറന്നു പറഞ്ഞു. ഇതോടെ റിപ്പോർട്ട് പുറത്തുവന്ന 9 ദിവസം മൗനം പാലിച്ച മോഹൻലാൽ രാജിവെക്കാൻ തീരുമാനിക്കുകയും ഭരണസമിതി പിരിച്ചുവിടുകയും ചെയ്തു. അപ്പോഴും റിപ്പോർട്ടിലെ ഉള്ളടക്കത്തെക്കുറിച്ച് യാതൊന്നും പറയാൻ മോഹൻലാൽ തയ്യാറായില്ല. AMMയുടെ ചരിത്രത്തിലെ ആദ്യ കൂട്ടരാജിയും ഭരണസമിതി പിരിച്ചുവിടലുമായിരുന്നു അത്. 3 പതിറ്റാണ്ട് പിന്നിടുന്ന AMMA എന്ന സംഘടനയുടെ 4 പ്രസിഡന്റുമാരിൽ കാലാവധി തികയ്ക്കാതെ പുറത്തുപോകുന്ന ആദ്യ വ്യക്തിയും മോഹൻലാലായി. നടി ആക്രമിക്കപ്പെട്ടതു മുതൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നതുവരെയുള്ള നിർണായക കാലത്താണ് മോഹൻലാൽ AMMയുടെ സാരഥ്യം പേറിയത്. മലയാള സിനിമാ ലോകം ശുദ്ധീകരിക്കേണ്ട സമയത്ത് താരസംഘടനയുടെ തലപ്പത്തുണ്ടായിട്ട് പോലും നിഷ്ക്രിയനായിരിക്കുകയും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഒന്നും മിണ്ടാതെ രാജിവെച്ചൊഴിയുകയും ചെയ്തു എന്നതായിരിക്കും മലയാള സിനിമാ ലോകത്തിന് അഭിനയത്തിനപ്പുറം മോഹൻലാൽ നൽകിയ സംഭാവനയായി വിലയിരുത്തപ്പെടുക. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.